യുഎസിൻ്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ യുക്രൈനിൽ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ. സമീപ ദിവസങ്ങളിലെ ഏറ്റവും കനത്ത ആക്രമണമാണ് റഷ്യ നടത്തിയത്. 653 ഡ്രോണുകളും 51 മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു റഷ്യയുടെ ആക്രമണം. ആക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പറയുന്നു. യുക്രൈനിലെ 29 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു റഷ്യയുടെ ആക്രമണം. സൈനിക വ്യാവസായിക കേന്ദ്രങ്ങളെയും ഊർജ തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് റഷ്യ വ്യക്തമാക്കി. കീവിൻ്റെ തെക്കു പടിഞ്ഞാറുള്ള ഫാസ്റ്റീവ് പട്ടണത്തിലെ റെയിൽവേ ഹബ്ബ് ലക്ഷ്യമാക്കിയും റഷ്യ ആക്രമണം നടത്തി. ആക്രമണത്തിൽ പ്രധാന സ്റ്റേഷൻ കെട്ടിടം തകർന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുക്രൈനിലെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയത്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തെ തുടർന്ന് രാജ്യത്തുടനീളം വൈദ്യുതി തടസ്സങ്ങൾക്ക് കാരണമായി. യുക്രൈൻ വ്യോമസേനയുടെ കണക്കുകൾ പ്രകാരം റഷ്യ 653 ഡ്രോണുകളും 51 മിസൈലുകളുമാണ് ഉപയോഗിച്ചത്. യുക്രൈൻ സേന 585 ഡ്രോണുകളും 30 മിസൈലുകളും വെടിവെച്ചിടുകയോ നിർവീര്യമാക്കുകയോ ചെയ്തുവെന്നാണ് യുക്രൈൻ പറയുന്നത്. ആകെ 29 സ്ഥലങ്ങളിൽ റഷ്യയുടെ ഡ്രോണുകളും മിസൈലുകളും പതിച്ചു. യുക്രൈൻ്റെ പടിഞ്ഞാറൻ ഭാഗമായ ലിവ് മേഖലയിൽ വരെ റഷ്യൻ ഡ്രോണുകളെത്തി. റഷ്യൻ നിയന്ത്രണത്തിലുള്ള സപോർഷിയ ആണവ നിലയത്തിൻ്റെ പ്രവർത്തനത്തെയും ആക്രമണം ബാധിച്ചു. ആണവ നിലയത്തിലേക്കുള്ള പുറത്തുനിന്നുള്ള വൈദ്യുത വിതരണം ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് തടസ്സപ്പെട്ടു. റഷ്യ തൊടുത്തുവിട്ട ഭൂരിഭാഗം ഡ്രോണുകളും മിസൈലുകളും തകർത്തെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത്. റഷ്യയുടെ ആക്രമണത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അപലപിച്ചിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ മേഴ്സ് എന്നിവരുമായി ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും മാക്രോൺ പറഞ്ഞു. അതിനിടെ സമാധാന കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് യുക്രൈനും യുഎസും തമ്മിലുള്ള ചർച്ചകൾ 3-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിൻ്റെ മരുമകൻ ജെറീദ് കഷ്നർ എന്നിവരാണ് യുക്രൈൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നത്. വിറ്റ്കോഫുമായും കഷ്നറുമായും യുക്രൈൻ ദേശീയ സുരക്ഷാ കൗൺസിലിൻ്റെ സെക്രട്ടറി റസ്റ്റം ഉമേറോവ് ഈ ആഴ്ച മിയാമിയിൽ 2 തവണ ചർച്ച നടത്തി. സമാധാന കരാർ സംബന്ധിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിൻ്റെ മരുമകൻ ജെറീദ് കഷ്നർ എന്നിവരുമായി ഫോണിൽ ഫലപ്രദമായ ചർച്ച നടത്തിയെന്ന് സെലൻസ്കി പറയുന്നു. സമാധാനം കൈവരിക്കുന്നതിന് യുഎസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ യുക്രൈൻ തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു. യുഎസുമായുള്ള ചർച്ചകളുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ചും അതിൻ്റെ രൂപത്തെക്കുറിച്ചും ധാരണയിലെത്തിയിട്ടുണ്ടെന്നും സെലൻസ്കി പറയുന്നു.